ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കാണാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇൻ ടുഡേയ്സ് ക്ലാസ് വി വിൽ ബി deriving the solution of one dimensional wave equation. അപ്പോൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നിങ്ങൾ ഡയഗ്രാം മുകളിൽ എഴുതി സ്ട്രിങ്ങിൻ്റെ ഡയഗ്രാം തന്നെ ഇമാജിൻ ചെയ്യണം. അപ്പോൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് എന്ത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അതിൽ സി സ്ക്വയർ എന്നുള്ളത് ടി ബൈ റോ ആണ് എന്ന് നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ സെക്ഷൻസിൽ നോക്കിയിട്ടുണ്ട് ഡെറിവേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്താണ് കാണേണ്ടത്? ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കാണേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ യു ആണ് കാണേണ്ടത്. യു എന്താണ് എന്നാണ് നമുക്ക് ഇപ്പോൾ കാണേണ്ടത്. അതായത് യു ഓഫ് എക്സ് ടി ഡിഫ്ലക്ഷൻ എന്താണ്, യു ഓഫ് എക്സ് ടിയുടെ വാല്യൂ എത്രയാണ്, അതിൻ്റെ ഫോർമുല എന്താണ് എന്നൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രിങ്ങിന് നിങ്ങൾ എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു സീറോയും എക്സ് ഇസ് ഈക്വൽ ടു എല്ലിലും, അതായത് ലെങ്ത്ത് സീറോ ആകുമ്പോഴും ലെങ്ത്ത് എൽ ആകുമ്പോഴും എന്താണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? അതിന് ഫിക്സ് ചെയ്തതാണ് അല്ലേ? നിങ്ങൾ ആ ഡയഗ്രാം നോക്കിയാൽ ഈ സ്ട്രിങ്ങിനെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, സീറോ ആൻഡ് എൽ, ലെങ്ത്ത് എല്ലിൽ. അപ്പോൾ നിങ്ങൾ ഈ സീറോ ആൻഡ് എല്ലിൽ എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് വെച്ചാൽ ലെങ്ത്ത് എല്ലിൽ നിങ്ങളതിനെ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വി ഹാവ് ടു ബൗണ്ടറി കണ്ടീഷൻസ്. സിൻസ് ദ സ്ട്രിങ് ഈസ് ഫിക്സ്ഡ് അറ്റ് ദി എൻഡ്സ്, ആ സ്ട്രിങ്ങിന് സീറോ ആൻഡ് എൽ ലെങ്ത്തിൽ ഫിക്സ് അതായത് രണ്ട് എൻഡിന്, ആ സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡ്സ് എവിടെയാണ് ഉള്ളത്? സീറോ ഡിസ്റ്റൻസിലും എക്സ് ഇസ് ഈക്വൽ ടു സീറോയിലും എക്സ് ഇസ് ഈക്വൽ ടു എല്ലിലാണ് ആ സ്ട്രിങ്ങിൻ്റെ എൻഡ് ഉള്ളത്. അതുകൊണ്ട് വി ഹാവ് ടു ബൗണ്ടറി കണ്ടീഷൻ, രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് ബൗണ്ടറീസ് ഏതായി? എക്സ് ഇസ് ഈക്വൽ ടു സീറോയും എക്സ് ഇസ് ഈക്വൽ ടു എല്ലും രണ്ട് ബൗണ്ടറീസ് ആയി. ഞങ്ങൾക്ക് സൊല്യൂഷൻ എന്നുള്ളത് യു ഓഫ് എക്സ് ടി ആണ് അല്ലേ? ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ യു ഓഫ് എക്സ് ടി ആണ്. എന്ന് വെച്ചാൽ എന്താണ്? യു ഓഫ് എക്സ് ടി മീൻസ് ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ യു ഓഫ് എക്സ് ടിക്ക് ആ കറസ്പോണ്ടിങ് ബൗണ്ടറി കണ്ടീഷൻ ഏതായി വന്ന് യു ഓഫ് എക്സ് ടി. യു ഓഫ് എക്സ് ടിയിൽ എക്സിൻ്റെ പ്ലേസിൽ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അതേപോലെ എക്സിൻ്റെ പ്ലേസിൽ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ് കിട്ടുന്നത്. അതായത് വി ഹാവ് ടു ബൗണ്ടറി കണ്ടീഷൻ. യു ഓഫ് സീറോ ടി ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് യു ഓഫ് എൽ ടി ഇസ് ഈക്വൽ ടു സീറോ. യു ഓഫ് എക്സ് കൊമ ടിയിൽ നിങ്ങൾ എക്സിൻ്റെ പ്ലേസിൽ സീറോയും എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് കിട്ടും. ഇക്വേഷൻ 2 എന്നുള്ളത് ബൗണ്ടറി കണ്ടീഷനാണ്, അത് ഓർമ്മയിൽ വെക്കുക. അതേപോലെ ഈ സ്ട്രിങ് എന്നുള്ളത്, ഈ സ്ട്രിങ് എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നു, ഈ സ്ട്രിങ് എന്നുള്ളത് എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നു എന്നുള്ളത് ഏതിന് മുകളിലേക്ക് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും? നിങ്ങൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഏത് വെലോസിറ്റിയിലാണ് അതിനെ വിടുന്നത്, സ്ട്രെച്ച് ചെയ്തിട്ട് വിടുന്നത് ഏത് വെലോസിറ്റിയിലാണ്, അതിന് മുകളിൽ ആ സ്ട്രിങ് എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നു എന്നുള്ളതും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതേപോലെ സ്റ്റാർട്ടിങ്ങിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ട് അതിന് മുകളിലും എന്തായിരിക്കും? ആ സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ, ഇപ്പോൾ ഇനീഷ്യൽ ഡിഫ്ലക്ഷനും ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ മുകളിലും എന്തായിരിക്കും? ആ സ്ട്രിങ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ എന്തൊക്കെയാണ്? ഇനീഷ്യൽ കണ്ടീഷൻ മുകളിൽ ബൗണ്ടറി കണ്ടീഷൻസ് ആയി, അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് ടൈം സീറോ ആവുമ്പോൾ, ടൈം സീറോ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട് എന്നതാണ്. ടൈം സീറോ എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നു അതിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ആ സ്ട്രിങ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഡിഫ്ലക്ഷൻ എന്താണ്? യു ഓഫ് എക്സ് സീറോ അല്ലേ? യു ഓഫ് എക്സ് ടി ആണ് ഡിഫ്ലക്ഷൻ, യു ഓഫ് എക്സ് ടി ആണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ടൈം സീറോ എന്ന് വെച്ചാൽ ടീൻ്റെ പ്ലേസിൽ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ യു ഓഫ് എക്സ് സീറോ ഇസ് ദി ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ. ആ ഇനീഷ്യൽ ഡിഫ്ലക്ഷനെ നിങ്ങൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തു. ഇനീഷ്യൽ ഡിഫ്ലക്ഷന് നമ്മൾ എന്താണ്? എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അതേപോലെ ആ സ്ട്രിങ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതും എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി, അതായത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര വെലോസിറ്റി ആ സ്ട്രിങ്ങിന് കൊടുത്തു എന്നുള്ളതിന് മുകളിലും എന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് കൊടുത്തത് എന്ന് കൂടി വരും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു ടി ഓഫ് എക്സ് സീറോ. യു ടി ഓഫ് എക്സ് സീറോ എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്.
സോ അത് ഞങ്ങൾ ജി ഓഫ് എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്താണുള്ളത് എഫ് ഓഫ് എക്സ് ആണ്, ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ളത് ജി ഓഫ് എക്സ് ആണ്. അതായത് യു ഓഫ് എക്സ് 0 ഈസ് എഫ് ഓഫ് എക്സ് ആണ്, യു ടി ഓഫ് എക്സ് 0 എന്നുള്ളത് ജി ഓഫ് എക്സ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 എന്തിനാണ് എഴുതിയത്? കാരണം ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ടൈം എന്തായിരിക്കും? ടൈം 0 ആയിരിക്കും അല്ലേ? ടൈം 0 ആകുമ്പോൾ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എത്ര, ഇനീഷ്യൽ വെലോസിറ്റി എത്ര എന്നുള്ളതാണ് ഇത് എഴുതി. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ യു ടി എന്നുള്ളത് ഡോ യു ബൈ ഡോ ടി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി, നിങ്ങൾ ജനറലായിട്ട് പറയുന്നത് ഡി യു ബൈ ഡി ടിയുടെ. സോ യു ടി എന്നുള്ളത് ഡോ യു ബൈ ഡോ ടി ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ പി ഡി ഇ വൺ സാറ്റിസ്ഫൈങ് കണ്ടീഷൻ 1, 2 and 3. അതായത് ഇക്വേഷൻ 3 എന്നുള്ളത് ഇനീഷ്യൽ കണ്ടീഷനാണ്, ഇക്വേഷൻ 2 എന്നുള്ളത് ബൗണ്ടറി കണ്ടീഷനാണ്. അപ്പോൾ ഞങ്ങൾ എന്താണ് കാണേണ്ടത്? ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണണം. എങ്ങനെയാണ് ആ സൊല്യൂഷൻ? എങ്ങനെയായിരിക്കണം? ഈ ബൗണ്ടറി കണ്ടീഷനെയും സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ഇനീഷ്യൽ കണ്ടീഷനെയും സാറ്റിസ്ഫൈ ചെയ്യണം. ഈ രണ്ട് കണ്ടീഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ആ ഇക്വേഷൻ നമ്പർ 1, അതായത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിന് ഈ സൊല്യൂഷൻ കാണുന്ന പ്രൊസീജിയർ നിങ്ങൾ 3 സ്റ്റെപ്പിലായി, ഇത് സൊല്യൂഷൻ്റെ ഡിറൈവേഷനാണ്. ഓക്കെ, സൊല്യൂഷൻ കാണാനുള്ള ഫോർമുലയുടെ ഡിറൈവേഷനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സൊല്യൂഷൻ കാണാനുള്ള പ്രൊസീജിയർ ഞങ്ങൾ 3 സ്റ്റെപ്പിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വേരിയബിൾ സെപ്പറേബിൾ മെത്തേഡിൽ ആണ് ചെയ്യുന്നത്. അതായത് ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഈ ഫോർമുലാണ്, യു ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് ടി എന്നുള്ള ഫോർമുല ആണ് എന്ന് അസ്യൂം ചെയ്തിട്ട് ഞങ്ങൾ എന്താക്കും? സ്റ്റെപ്പ് 1 ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് ഈ പ്രൊഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ്, ഒരു ഈ എഫ് എന്നുള്ളത് എക്സിൻ്റെ ഫംഗ്ഷനും ജി എന്നുള്ളത് ടിയുടെ ഫംഗ്ഷനും ആയിട്ടുള്ള ഈ 2 ഫംഗ്ഷനിൻ്റെ പ്രൊഡക്റ്റാണ് ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് അസ്യൂം ചെയ്തിട്ട് സ്റ്റെപ്പ് 1 നിങ്ങൾ എന്താക്കും? ഈ എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും ഫോർമുല കണ്ടുപിടിക്കും. വിൽ ഫൈൻഡ് വൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും. ഈ എഫ് ഓഫ് എക്സിനും ജി ഓഫ് ടിന്നും നിങ്ങൾ എന്താക്കും? സ്റ്റെപ്പ് 1 ഒരു ഫോർമുല കണ്ടുപിടിക്കും. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഷാൽ ഡിറ്റർമിൻ സൊല്യൂഷൻസ് ഓഫ് ദീസ് 2 ODEs ദാറ്റ് സാറ്റിസ്ഫൈ ബൗണ്ടറി കണ്ടീഷൻ 2. അതായത് ഇപ്പോൾ സ്റ്റെപ്പ് 1 എഫ് ഓഫ് എക്സിന് ഒരു ഫോർമുല കിട്ടി, ജി ഓഫ് ടിക്ക് ഒരു ഫോർമുല കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ എഫ് ഓഫ് എക്സിൻ്റെതും ജി ഓഫ് ടിൻ്റെതും ഫോർമുല ഇക്വേഷനിൻ്റെ സൊല്യൂഷൻ കാണും. ഈ ഇപ്പോൾ കിട്ടിയ എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് ടിയുടെ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണണം. ആ സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ബൗണ്ടറി കണ്ടീഷൻ 2. ബൗണ്ടറി കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഈ എഫ് ഓഫ് എക്സിൻ്റെതും ജി ഓഫ് ടിക്കും കിട്ടിയ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണും. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈനലി യൂസിങ് ഫൊറിയർ സീരീസ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ സൊല്യൂഷൻ ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 2 ടു ഒബ്റ്റെയിൻ എ സൊല്യൂഷൻ ഓഫ് 1 സാറ്റിസ്ഫൈങ് ബോത്ത് 1, 2 and 3. അതായത് ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ, ഈ എഫ് ഓഫ് എക്സിൻ്റെതും ജി ഓഫ് ടിൻ്റെതും ഇക്വേഷൻ്റെ സൊല്യൂഷൻ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കിട്ടി. അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൊറിയർ സീരീസ് യൂസ് ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഫൊറിയർ സീരീസും ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ സൊല്യൂഷൻസിനെയും എല്ലാം ഒക്കെ എന്താണ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ എന്താക്കും? ആ ഇക്വേഷൻ നമ്പർ 1, അതായത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണും. ആ സൊല്യൂഷൻ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ആൾസോ സാറ്റിസ്ഫൈ ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ബൗണ്ടറി കണ്ടീഷൻസ് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ചെയ്തത്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ആ സൊല്യൂഷൻ എന്നുള്ളത് എന്താണ്? ഇനീഷ്യൽ കണ്ടീഷനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ വിൽ ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. എനിക്കിങ്ങനെ 3 സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1 എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് നിങ്ങൾ ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് യു ഓഫ് എക്സ് ടി, അതായത് യു ഓഫ് എക്സ് ടി എന്നുള്ളത് ഈ 2 എഫ് ഓഫ് എക്സിൻ്റെതും ജി ഓഫ് ടിൻ്റെതും ഫംഗ്ഷനിൻ്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യും. അതായത് നിങ്ങൾ ഫസ്റ്റ് വേരിയബിൾ സെപ്പറേബിൾ മെത്തേഡ് അപ്ലൈ ചെയ്യും. ഇൻ ദി മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് വേരിയബിൾ ഓർ പ്രൊഡക്റ്റ് മെത്തേഡ് വി ഡിറ്റർമിൻ ദി സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ 1 ഓഫ് ദി ഫോം ദിസ് വൺ.
അതായത് നിങ്ങൾ വേരിയബിൾ സെപ്പറേബിൾ മെത്തഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തഡ് യൂസ് ചെയ്തിട്ട് എന്താണ് ഈ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ വന്ന്, അപ്പോൾ ഞാൻ ഇനി മുതൽ ഇക്വേഷൻ 1 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷൻ നിങ്ങൾ കാണും. എങ്ങനെയാണ് ആ സൊല്യൂഷൻ ഉണ്ടാവുക? f(x) × g(x)ലുള്ള ഒരു ഫോർമുല സൊല്യൂഷൻ നിങ്ങൾ ഇക്വേഷൻ 1ൻ്റെ കാണും. ഓക്കെ, അപ്പോൾ അതിൽ എഫ് എന്നുള്ളത് എക്സിൻ്റെ ഫംഗ്ഷനാണ്, ജി എന്നുള്ളത് ടിയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ്റെ ഈ സൊല്യൂഷനെ, അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തു ഇക്വേഷൻ 1ൻ്റെ. അപ്പോൾ ഈ സൊല്യൂഷൻ നിങ്ങൾ എന്താണ് 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ആക്കാം. ഈ ഇക്വേഷൻ നമ്പർ 4നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 പ്രാവശ്യം, അതേപോലെ ഇക്വേഷൻ നമ്പർ 4നെ വിത്ത് റെസ്പെക്ട് ടു ടി 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ആക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ജി എന്നുള്ളത് ടീൻ്റെ ഫംഗ്ഷനാണ് അല്ലേ, ജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. സോ വി ആർ ഡിനോട്ടിങ് ഡബിൾ ഡോട്ട് ടു ഡിനോട്ട് ദി ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി. അതായത് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടീനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഡോട്ട് യൂസ് ചെയ്യും. അതേപോലെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഡബിൾ ഡാഷാണ് യൂസ് ചെയ്യുന്നത്. അത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. അതായത് വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ ഡബിൾ ഡോട്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഡാഷുമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ നമ്പർ 4നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടി 2 പ്രാവശ്യം നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇഫ് യു ഡിഫറൻഷ്യേറ്റ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി 2 ടൈംസ്, അപ്പോൾ ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യുന്നത്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്തുകൊണ്ടാണ്? കാരണം യു എന്നുള്ളത് 2 വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. ഒരു ഫംഗ്ഷൻ എന്നുള്ളത് 2 ഇല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ നിങ്ങൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുമ്പോൾ എക്സ് എന്തായി? എക്സ് കോൺസ്റ്റൻ്റ് ആവും. എക്സ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു ടി നിങ്ങൾ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ആക്കിയെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ, റൈറ്റ് സൈഡ് എഫ് ജി ഡബിൾ ഡോട്ടാണ്. ഡബിൾ ഡോട്ട് എന്ന് വെച്ചാൽ എന്തിനാണ്? വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ നിങ്ങൾ ഡോട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ ആ ഇക്വേഷൻ നമ്പർ 4ന് വിത്ത് റെസ്പെക്ട് ടു എക്സ് നിങ്ങൾ 2 പ്രാവശ്യം ഡിഫറൻസിയേഷൻ ആക്കിയെങ്കിൽ ആ ടി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആവും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ടി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ ടി എന്ന് പറയുമ്പോൾ ജി ഓഫ് ടി, ഈ ടിയുടെ ഫംഗ്ഷൻ ജി ഓഫ് ടി കോൺസ്റ്റൻ്റ് ആവും. അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻസിയേഷൻ ചെയ്താൽ വി ഹാവ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഇൻറ്റു ജി, വേർ ഡബിൾ ഡാഷ് or dash denote the differentiation with respect to x. with respect to x ആണെങ്കിൽ ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ കിട്ടി, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി അല്ലേ. അപ്പോൾ ഇതിന് ഞങ്ങൾ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ 1 എന്താണ്? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമ്പർ 1. ഇതിലേക്ക് ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? what will get is fg double dot is equal to c square into f double dash d. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ എന്താണ് എഫിനെ ഒക്കെ ഒരു സൈഡിലും ജിനൊക്കെ ഒരു സൈഡിലും കൊണ്ടുപോയാൽ എന്താവും? അതായത് വേരിയബിൾസ് സെപ്പറേറ്റ് ആക്കിയെങ്കിൽ എന്താവും? ഇവിടെ എഫ് എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ജി എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് ടി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ഫംഗ്ഷൻസിന് ഒരു സൈഡ്, അതായത് എഫിന് ഒരു സൈഡും ജിനെ ഒരു സൈഡും വേരിയബിൾസിന് സെപ്പറേറ്റ് ആക്കിയെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ജി ഡബിൾ ഡോട്ട് ബൈ സി സ്ക്വയർ ജി ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ബൈ എഫ്. അപ്പോൾ ഈ ജി ഒക്കെ ഒരു സൈഡായി, എഫ് ഒക്കെ ഒരു സൈഡായി അല്ലേ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് എന്താക്കുന്നതെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് റൈറ്റ് സൈഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾ ഈ റേഷ്യോ നിങ്ങൾ നോക്കിയാൽ ഇതിൽ എക്സ് ചേഞ്ച് ആയാലും എക്സ് ചേഞ്ച് ആയാലും ടി കൂടി ചേഞ്ച് ആവണം. കാരണം ഈ ഇക്വേഷൻ എന്നുള്ളത് ഈക്വൽ ആണ് അല്ലേ. ഈക്വൽ ആകുമ്പോൾ ആ റേഷ്യോ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ ഓഫ് ടി ആയതുകൊണ്ട് ടി ചേഞ്ച് ആയാൽ അതിൻ്റെ ഒന്നിച്ചിട്ട് റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ഓഫ് എക്സ് കൂടി ചേഞ്ച് ആവണം.
എങ്കിൽ മാത്രമേ ആ ഇക്വേഷൻ ബാലൻസ് ആവും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ റേഷ്യോ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അത് ചേഞ്ച് ആവുന്നില്ല. സോ വി ഹാവ് ദിസ് റേഷ്യോ G∬c²G is equal to F'∩F is equal to K എന്നുള്ള K ആണ് എടുത്തത്. എന്തിനാണ് K എടുത്തതെന്ന് വെച്ചാൽ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ്, ബിക്കോസ് ദിസ് റേഷ്യോ വിൽ നോട്ട് ചേഞ്ച്. ഈ റേഷ്യോ എന്നുള്ളത് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ചേഞ്ച് ആയാലും റൈറ്റ് സൈഡ് കൂടി ചേഞ്ച് ആവണം ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷന്. അപ്പോൾ അതുകൊണ്ട് ഈ റേഷ്യോ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ചേഞ്ച് ആവില്ല. സോ വി ഹാവ് ടേക്കൺ ഇറ്റ് ആസ് K. അപ്പോൾ നിങ്ങൾ ഇതിനെ റേഷ്യോനെ നിങ്ങൾ സോൾവ് ചെയ്താൽ രണ്ട് ഇക്വേഷൻ കിട്ടും. ഒരു എന്താണ് G'(c²) G'(c²) is equal to K എന്ന് എടുക്കാം. അതേപോലെ F'(F) is equal to K എന്ന് എടുക്കാം. അപ്പോൾ രണ്ട് നമുക്ക് റേഷ്യോ കിട്ടി. G'(c²) is equal to K ആൻഡ് F'(F) is equal to K. രണ്ട് റേഷ്യോ കിട്ടും. ഈ രണ്ട് റേഷ്യോനെ നിങ്ങൾ ഇക്വേഷനിലേക്ക് എഴുതിയാൽ എന്താണ് കിട്ടുക? ഇതിനെ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ആക്കിയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? F'- KF is equal to 0. അതേപോലെ ഈ റേഷ്യോനെ നിങ്ങൾ ഇക്വേഷനിലേക്ക് എഴുതിയാൽ എന്താണ് കിട്ടുന്നത്? G'(C²K is equal to 0. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി അല്ലേ? ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 6ഉം. അത് തന്നെയല്ലേ സ്റ്റെപ്പ് 1 ചെയ്ത്? സ്റ്റെപ്പ് 1 പറഞ്ഞ് എന്താണ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞത്? നമുക്ക് എഫ് ഉള്ള ഒരു ഇക്വേഷനും Gന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും കിട്ടണം എന്നതാണ് സ്റ്റെപ്പ് 1 പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു? വാട്ട് വാസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദീസ് ഇക്വേഷൻ സച്ച് ദാറ്റ് ദിസ് സൊല്യൂഷൻ സാറ്റിസ്ഫൈസ് ദി ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കാണണം. ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ദ സൊല്യൂഷൻ ഓഫ് ദീസ് ടു ഇക്വേഷൻസ്? വാല്യൂ ഓഫ് F and G. You have to find the functions F and G. The solutions of this equation 5 and 6 means we have to find the value of F and G. You have to find the functions F and G. അപ്പോൾ നിങ്ങൾ എന്താക്കാം? ഓരോ ഇക്വേഷൻ എടുത്ത് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 5 എടുക്കാം, പിന്നെ ഇക്വേഷൻ നമ്പർ 6 എടുക്കാം. ഇക്വേഷൻ നമ്പർ 5 എടുത്തിട്ട് നിങ്ങൾ എഫിൻ്റെ വാല്യൂ നോക്കാം. അതേപോലെ ഇക്വേഷൻ നമ്പർ 6 എടുത്തിട്ട് എന്താണ് ജിയുടെ വാല്യൂ നോക്കാം, ജി എന്താണ് എന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ് us take 1 by 1. അപ്പോൾ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ യു എന്നുള്ളത് FG എന്നുള്ളതാണ് ഫംഗ്ഷൻ അല്ലേ? U is equal to G എന്നുള്ളതാണ് നമ്മൾ സൊല്യൂഷൻ ആണ് എന്നാണ്. സോ വാട്ട് ഈസ് ബൗണ്ടറി കണ്ടീഷൻ? ബൗണ്ടറി കണ്ടീഷൻ ഏതൊക്കെയായിരുന്നു? നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു ബൗണ്ടറി കണ്ടീഷൻ? U of 0t is equal to 0. അതേപോലെ U of LT is equal to 0 ആയിരുന്നു രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ്. ബട്ട് അപ്പോൾ ഈ U of xt നമുക്ക് ഇപ്പോൾ ഇതെന്താണ്? U is equal to FG means U of xt. U of xt is equal to F of x into G of t അല്ലേ? U is equal to FG means U of xt is equal to F of x into G of t ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഈ ബൗണ്ടറി കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? ഈ ബൗണ്ടറി കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതായത് U of xt is equal to F of x into G of t. F of x into G of t ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താക്കും? ഈ ബൗണ്ടറി കണ്ടീഷൻസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? U of 0t. അപ്പോൾ ഇതിലേക്ക് ഈ ഇക്വേഷനിലേക്ക് എക്സിൻ്റെ പ്ലേസിൽ 0യും ടിയുടെ പ്ലേസിൽ t തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് വൺ F of 0, എക്സിൻ്റെ പ്ലേസിൽ 0, F of 0 into G of t is equal to 0. എന്തിനാണ് 0? ആ ഇക്വേഷൻ നമ്പർ 2 നോക്കിയാൽ മതി. ബൗണ്ടറി കണ്ടീഷൻ is equal to 0. അതേപോലെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? U of LT ആണ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. U of LT is equal to 0. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് എന്താക്കുക? എക്സിൻ്റെ പ്ലേസിൽ എല്ലും ടിയുടെ പ്ലേസിൽ ടി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഹാവ് F of L into G of t is equal to 0 for all t. സോ അപ്പോൾ ഇത് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആയി. സോ ഇത് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ ആയി.
ഓക്കെ, അപ്പോൾ അത് രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത്? ഈ രണ്ട് ഇക്വേഷൻസിൽ ഈ ഇക്വേഷൻ നമ്പർ 5-ൻ്റെതും ഇക്വേഷൻ നമ്പർ 6-ൻ്റെതും സൊല്യൂഷൻ കാണണം. എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാവുക? ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെയാണ് ഇക്വേഷൻ നമ്പർ 5-ൻ്റെതും 6-ൻ്റെതും സൊല്യൂഷൻ കാണണം. സോ ഫസ്റ്റ് ഓരോന്നായിട്ട് ചെയ്യാം. വി ഫസ്റ്റ് സോൾവ് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 5-ൻ്റെ സൊല്യൂഷൻ കാണാം. ഇക്വേഷൻ നമ്പർ 5 ഓർമ്മയിൽ വെക്കുക. എഫ് ഡബിൾ ഡാഷ് മൈനസ് കെ എഫ് ഇസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ നമ്പർ 5. അതിൻ്റെ സൊല്യൂഷൻ കാണണം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ബൗണ്ടറി കണ്ടീഷൻ നോക്കിയാൽ ഇപ്പോൾ ഇതിൽ ജി 0 ആയാൽ, ജി എന്താണ് പറഞ്ഞത്? ജി എന്താണ്? ജി ഈസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ജി 0 ആയാൽ എന്താവും? ഇപ്പോൾ ജി 0 ആയാൽ യു എന്നുള്ളത് എഫ് ഇൻറ്റു ജി ആണ്. അപ്പോൾ ജി 0 ആയാൽ യു എന്താവും? ജി ഇതിൽ ഏതെങ്കിലും ഒരു ടേം 0 ആയാലും യു 0 ആവും. അപ്പോൾ ജി 0 ആയാൽ യു എന്താവും? യു 0 ആവും. യു 0 എന്ന് വെച്ചാൽ എന്താണ്? യു എന്താണ് ആക്ച്വലി? ഡിഫ്ലക്ഷൻ. അപ്പോൾ യു 0 എന്ന് വെച്ചാൽ ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. അപ്പോൾ അതിൽ സ്പ്രിങ്ങിൽ ഡിഫ്ലക്ഷൻ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ കൺക്ലൂഡ് ചെയ്യാനുള്ളത്? അതിൽ ആ സ്ട്രിങ് ഡിഫ്ലക്ഷൻ കാണിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്ട്രിങ്ങിനെ കുറിച്ച് കുറച്ച് കൺക്ലൂഡ് ചെയ്യാനാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ എന്തായാലും വേണം. യു കനോട്ട് ബി 0. സോ അപ്പോൾ ജി 0 ആയാലും യു 0 ആവും, വിച്ച് മീൻസ് ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ ഇൻ ദ സ്ട്രിങ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ കിട്ടണം. അപ്പോൾ എന്താണ്? ജി 0 ആവാൻ പാടില്ല. കാരണം ജി 0 ആയാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ജി 0 ആവാൻ പാടില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസിൽ എന്താണ് ഇത്? ഇപ്പോൾ നിങ്ങൾ ഇത്ര നോക്കിയാൽ ഇതെന്താണ്? ഫസ്റ്റ് വൺ നോക്കിയേ. എഫ് ഓഫ് 0 ഇൻറ്റു ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. എഫ് ഓഫ് 0 ഇൻറ്റു ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 മീൻസ് എന്താണ്? രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് 0 ആണ്. രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ളത് 0 എന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു ടേം 0 ആയേ പറ്റൂ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടേം ഏതാണ് ഇപ്പോൾ 0 ആവാൻ പറ്റുക? കാരണം നിങ്ങൾ ഇവിടെ ജി 0 അല്ല എന്ന് പറഞ്ഞു. ജി കനോട്ട് ബി 0. അപ്പോൾ ജി 0 അല്ല എന്ന് വെച്ചാൽ അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ്? എഫ് ഓഫ് 0 ഷുഡ് ബി 0. എഫ് ഓഫ് 0 തന്നെ 0 ആവണം. So f of 0 should be 0. Similarly here also, since g cannot be 0 and product of two term is 0, ഇവിടെ രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ളത് 0 ആണ്. അതിൽ ജി 0 അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്താണുള്ളത്? എഫ് ഓഫ് എൽ ഷുഡ് ബി ഈക്വൽ ടു 0. എഫ് ഓഫ് എൽ കൂടി എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് 0 0 ആയി, എഫ് ഓഫ് എൽ കൂടി 0 ആയി. So now ഈ ഇക്വേഷൻ, കമ്മിങ് ബാക്ക് ടു ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ ഇതിൽ കെ എന്താണ്? കെ ജസ്റ്റ് ആൻ ഇൻറ്റീജർ അല്ല, കെ ഒരു ഇൻറ്റീജേഴ്സാണ്. കെ ആർബിട്രറി നമ്പറാണ്. കെ എന്നുള്ളത് ആർബിട്രറി ഇൻറ്റീജർ എന്നല്ല, കെ ഒരു ആർബിട്രറി നമ്പറാണ്. അപ്പോൾ ആ കെക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? കെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? കെ 0 ആവാം അല്ലേ? ഇതിൽ ഇക്വേഷൻ നമ്പർ 5-ലാണ് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 5 എഫ് ഡബിൾ ഡാഷ് മൈനസ് കെ എഫ് ഇസ് ഈക്വൽ ടു 0. എഫ് ഡബിൾ ഡാഷ് മൈനസ് കെ എഫ് ഇസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എഫിയുടെ വാല്യൂ ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കെ 0 ആയാൽ കെ ഈസ് ആർബിട്രറി കോൺസ്റ്റന്റ്. അപ്പോൾ കെക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? കെ 0 ആവാം, കെ ക്യാൻ ബി പോസിറ്റീവ്, കെ ക്യാൻ ബി നെഗറ്റീവ് അല്ലേ? കെ 0 പോസിറ്റീവ് നെഗറ്റീവ് ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ അത് നിങ്ങൾ ഓരോ കേസായിട്ട് നോക്കാം. ഇതിൽ കെയുടെ വാല്യൂ എന്നെടുത്ത് ഓരോ കേസായിട്ട് നോക്കാം. കെ 0 ആയാൽ എന്താവും, കെ പോസിറ്റീവ് ആയാൽ എന്താവും, കെ നെഗറ്റീവ് ആയാൽ എന്താവും ഒക്കെ നോക്കാം. അപ്പോൾ കേസ് വന്ന് കെ 0 ആയാൽ ആ ഇക്വേഷൻ എന്താവും? കെ 0 ആയാൽ ആ ഇക്വേഷൻ എന്താണ്? എഫ് ഡബിൾ ഡാഷ് മൈനസ് കെ എഫ് ഇസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ. ഇത് കെ 0 ആയാൽ ഈ രണ്ടാമത്തെ ടേം 0 ആയി. എഫ് ഡബിൾ ഡാഷ് മൈനസ് 0 ഇസ് ഈക്വൽ ടു 0. അതായത് എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എഫിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഈ എഫ് ഡബിൾ ഡാഷിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എഫ് ഡാഷ് ആണ്, ഒരു ഡെറിവേറ്റീവ് കുറക്കും. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എ ആണ് കിട്ടുന്നത്. സോ if you integrate this again what will get? ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എയുടെ ഇൻറ്റഗ്രേഷൻ, റൈറ്റ് ഹാൻഡ് സൈഡ് എയുടെ ഇൻറ്റഗ്രേഷൻ, എ ഇൻറ്റു 1 ഇൻറ്റു ഇൻറ്റഗ്രേഷൻ ഇസ് എ എക്സ് പ്ലസ് ബി ആണ് കിട്ടുന്നത്.
എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എയുടെ ഇൻ്റഗ്രേഷൻ എഫ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ് കിട്ടുന്നത് അല്ലേ, വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഓഫ് 5 ഫോർ കെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 5ൻ്റെ സൊല്യൂഷനാണ് കെ 0 ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞത് നിങ്ങൾ എന്താണ് ആ ഇക്വേഷൻ നമ്പർ 5ൻ്റെതും 6ൻ്റെതും സൊല്യൂഷൻ കാണണം. ആ സൊല്യൂഷൻ എങ്ങനെ ആയിരിക്കണം, ബൗണ്ടറി കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യണം, ബൗണ്ടറി കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ സൊല്യൂഷൻ കിട്ടി, എ എക്സ് പ്ലസ് ബി എന്നുള്ള സൊല്യൂഷൻ കിട്ടി. നെക്സ്റ്റ് എന്താണ്, ഈ സൊല്യൂഷൻ ബൗണ്ടറി കണ്ടീഷൻസിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമുക്ക് എന്താണ് ബൗണ്ടറി കണ്ടീഷൻ ഉള്ളത്? we have boundary condition equation number 8. ഇതിൽ എന്താണ് പറഞ്ഞത്, എഫ് ഓഫ് 0 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എഫ് ഓഫ് 0 is 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ എന്താവും, ഇതിലേക്ക് അപ്ലൈ ചെയ്ത് എഫ് ഓഫ് 0 is equal to 0 എന്നുള്ളതിന് ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നോക്കുക എന്താവും. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് വെച്ചാൽ എന്താണ്, എക്സിൻ്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്താണ് കിട്ടുന്നത്, അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് 0 is equal to a into 0 plus b, a into 0 plus b എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, എഫ് ഓഫ് 0 എത്രയാണ്, 0. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആയി അല്ലേ. ഇതിൽ 0 is equal to a into 0 plus b ആണ് കിട്ടുന്നത്. 0 is equal to 0 plus b എന്ന് വെച്ചാൽ b is equal to 0 ആയി. b is equal to 0. b is equal to 0 ആകുമ്പോൾ a കൂടി എന്തായിരിക്കണം, a should be 0. when b 0 കിട്ടും. അതേപോലെ a is also 0. അപ്പോൾ എയും ബിയും 0 ആയി, a and b also 0. അപ്പോൾ a b 0 ആണ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിൽ ഈ ഈക്വേഷനിൽ a കൂടി 0 b കൂടി 0 എന്ന് വെച്ചാൽ എന്താണ്, ഈ എഫ് എന്തായി, എഫ് 0 ആയി അല്ലേ, എഫ് is 0. എഫ് 0 ആകുമ്പോൾ എന്താവും, എഫ് 0 മീൻസ് യു ഇസ് ഈക്വൽ ടു എഫ് ജി ആണ്. അതിൽ എഫ് 0 ആയി എന്ന് വെച്ചാൽ ഈ യു എന്തായി, യു ബിക്കം 0. അപ്പോൾ യു 0 ആകുമ്പോൾ എന്താണ്, ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. യു എന്നുള്ളത് ഡിഫ്ലക്ഷൻ ആണ്. യു 0 എന്ന് വെച്ചാൽ ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. സോ ഇഫ് ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ ദർ ഇസ് നത്തിങ് ടു കൺക്ലൂഡ്. അപ്പോൾ യു കനോട്ട് ബി 0. യു ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യു കനോട്ട് ബി 0. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, ഈ കെ എന്നുള്ളത് 0 ആകുമ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടുന്നില്ല, യു 0 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ 0 എടുക്കാനാവില്ല, കെയുടെ വാല്യൂ 0 എടുക്കാനാവില്ല. നെക്സ്റ്റ് പോസിബിലിറ്റി എന്നുള്ളത് എന്താണ്, കെയിലേക്ക് നെക്സ്റ്റ് പോസിബിലിറ്റി എന്നുള്ളത് പോസിറ്റീവ് ആണ്. കെ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് കെ ഇസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ എന്നുള്ള ഒരു നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാം. കെ ഇസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ എന്നുള്ള ഒരു നമ്മൾ എന്തെടുക്കാം, ഒരു പോസിറ്റീവ് നമ്പർ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് ആ ഇക്വേഷൻ നമ്പർ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, എഫ് ഡബിൾ ഡാഷ് മൈനസ് മ്യൂ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊരു എന്താണ്, ഇതിപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. ഇതിന് ഡി സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ എടുത്താൽ എന്താണ് ഇതിന് വൈ ഡബിൾ ഡാഷ് നിങ്ങൾ ജനറലായിട്ട് പറയുമ്പോൾ വൈ ഡബിൾ ഡാഷ് മൈനസ് മ്യൂ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ കൺസിഡർ ആക്കിയാൽ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനായി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ നിങ്ങൾക്കറിയാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് എഫ്, ഈ ഇക്വേഷനിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് എന്താവും, എഫ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ പവർ മ്യൂ എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ പവർ മൈനസ് മ്യൂ എക്സ് ഡി എക്സ്. കാരണം ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, ലാംഡ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മ്യൂ. ലാംഡ ഇസ് ഈക്വൽ ടു പ്ലസ് മ്യൂയും ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ സൊല്യൂഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൻ്റെ സൊല്യൂഷൻ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ സൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻ C1 ഇ പവർ എ എക്സ് പ്ലസ് C2 ഇ പവർ ബി എക്സ്. ഇതാണ് അല്ലേ എ ബി സൊല്യൂഷൻ ആണെങ്കിൽ. അപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ ഇതിലേക്ക് പറയുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എ ഇ പവർ മ്യൂ എക്സ് പ്ലസ് ബി ഇ പവർ മൈനസ് മ്യൂ എക്സ് ആണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അതേപോലെ ഇപ്പോൾ സൊല്യൂഷൻ കിട്ടി, അതെന്താണ്, അത് ബൗണ്ടറി കണ്ടീഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ എന്താണ്,
ഈ ബൗണ്ടറി കണ്ടീഷൻസിന് യൂസ് ചെയ്താൽ ഇതിൽ ഇപ്പോൾ 0 ആകുമ്പോൾ ചെയ്ത പോലെ ഇപ്പോൾ 0 ആകുമ്പോൾ ചെയ്തു അല്ലേ. അതേപോലെ നിങ്ങൾ ബൗണ്ടറി കണ്ടീഷൻസിന് യൂസ് ചെയ്താലും ഇതിലും എന്താണ് കിട്ടുക, F0 തന്നെ കിട്ടുക. F0 തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ F0 ആണെങ്കിൽ U എന്താണ് കിട്ടുന്നത്, U is also 0. U also becomes 0. അപ്പോൾ there is no deflection. U0 means there is no deflection. അപ്പോൾ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ കിട്ടണം, കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കെ എന്നുള്ളതിന് പോസിറ്റീവ് വാല്യൂ കൂടി നിങ്ങൾക്ക് എടുക്കാനാവില്ല. വി കാൺ ടേക്ക് കെ ആസ് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ വി കാൺ ടേക്ക് കെ ആസ് 0 ആസ് വെൽ ആസ് പോസിറ്റീവ്. അപ്പോൾ കെന്ന് 0യും പോസിറ്റീവ് വാല്യൂ എടുക്കാനാവില്ല. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് എന്താണ്, കെ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് എന്നുള്ളത്. സോ കെ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് ഉള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.